കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ രാഷ്ട്രീയത്തിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടിയ പാലാ നഗരസഭ വീണ്ടും കലുഷിതമായ ഒരു രാഷ്ട്രീയ നാടകത്തിന് വേദിയാകുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ എന്ന താരപരിവേഷത്തോടെ അധികാരത്തിലെത്തിയ ദിയ ബിനുവിന്റെ ഭരണം വെറും 6 മാസത്തിനുള്ളിൽ അവിശ്വാസ പ്രമേയത്തിന്റെ കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന കാഴ്ചയ്ക്കാണ് പാല ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടത്തിനപ്പുറം UDFും സ്വതന്ത്ര മുന്നണിയും തമ്മിൽ രൂപപ്പെട്ട ആഭ്യന്തര ഭിന്നതകളും ഭരണപരമായ വീഴ്ചകളുമാണ് ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത്. ഒടുവിൽ അധികാരം നിലനിർത്താൻ സഹായിച്ച UDF തന്നെ കൈവിട്ടതോടെ പാലാ നഗരസഭയിൽ ഇന്ന് നടക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ച ഭരണമാറ്റത്തിന് വഴിമരുന്നിടുമോ എന്ന് കാത്തിരുന്ന് കാണണം. ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന അവിശ്വാസ പ്രമേയ നീക്കത്തിൽ UDF പിന്തുണയോടെ നഗരസഭ അധ്യക്ഷ പദവിയിലെത്തിയ ദിയ ബിനുവിനെ പിന്തുണയ്ക്കേണ്ടതില്ലെന്ന നിർണായക സന്ദേശം തന്നെയാണ് UDF നേതൃത്വം വിപ്പിലൂടെ കൌൺസിലർമാർക്ക് നൽകിയിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തണമെന്ന തന്ത്രപരമായ രാഷ്ട്രീയ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോഴും സ്വതന്ത്ര മുന്നണിയുടെ പ്രതിനിധിയെ പിന്തുണയ്ക്കേണ്ടതില്ലെന്ന തീരുമാനമാണ് മുന്നണി കൌൺസിലർമാർക്ക് UDFും കോൺഗ്രസും നൽകിയിരിക്കുന്നത്. UDFിലെ ഘടക കക്ഷികളായ കോൺഗ്രസ്, കേരള കോൺഗ്രസ് കൌൺസിലർമാർക്കും അഫിലിയേറ്റ് കക്ഷിയായ KDPയുടെ പ്രതിനിധിക്കും സമാനമായ വിപ്പാണ് നേതൃത്വം കൈമാറിയത്. അതായത് UDF പിന്തുണയോടുകൂടി അധികാരത്തിലിരിക്കുന്ന സ്വതന്ത്ര മുന്നണിയുടെ നഗരസഭ അധ്യക്ഷ ദിയ ബിനുവിന് അനുകൂലമായി വോട്ട് ചെയ്യുക എന്ന നിർദ്ദേശത്തിന് പകരം കൌൺസിൽ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് അംഗങ്ങൾക്ക് UDF ഘടകകക്ഷികൾ നിർദ്ദേശം നൽകിയത്. രാഷ്ട്രീയമായി ഇടതുമുന്നണിയെ ചെറുക്കുമ്പോഴും സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കുന്നില്ല എന്ന കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് ഇതിലൂടെ UDF നൽകുന്നത്. ഇത്തരത്തിൽ നഗരസഭാ ഭരണത്തിനെതിരായ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം കൂടി എത്തിയതോടെ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് നഗരസഭാധ്യക്ഷ ദിയ ബിനുവിനെ പുറത്താക്കുകയെന്ന കോൺഗ്രസ് കൌൺസിലർമാരുടെ നീക്കത്തോട് കണ്ണടയ്ക്കുന്ന സമീപനമാണ് നേതൃത്വം സ്വീകരിച്ചത്. സ്വതന്ത്ര മുന്നണിയുടെ അടിമത്വ ഭരണത്തിനെതിരെ പാലാ നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർമാർ ഒറ്റക്കെട്ടായി സ്വീകരിച്ച നിലപാടിന് ഇതോടെ സംസ്ഥാന നേതൃത്വവും ഭാഗികമായി പച്ചക്കൊടി കാണിച്ചു. ഇത്തരമൊരു പതനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് സ്വതന്ത്ര മുന്നണി അംഗങ്ങളുടെ ഏകാധിപത്യ സമീപനവും ഗുണ്ടാ നിലപാടുകളുമാണ്. കളങ്കിതരായ CPM നേതാക്കളുമായി സ്വതന്ത്ര മുന്നണി രൂപീകരിച്ച അവിശുദ്ധ സഖ്യങ്ങൾ വെളിച്ചത്തായതോടെയാണ് നഗരഭരണത്തെ കൈവിടാൻ കോൺഗ്രസ് കൌൺസിലർമാർ തീരുമാനിക്കുന്നത്. DYFI ജില്ലാ സമ്മേളനത്തിന് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് വിട്ടു നൽകാനുള്ള സ്വതന്ത്ര മുന്നണിയുടെ തീരുമാനമാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. ഒടുവിൽ അതേ CPM കൂടിച്ചേർന്ന് അവതരിപ്പിക്കുന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ സ്വതന്ത്ര മുന്നണി നിലം പതിക്കുകയും ചെയ്യുകയാണ്. വേണ്ടത്ര പക്വതയോ പാകതയോ ഇല്ലാത്ത ഭരണമായിരുന്നു 21-കാരിയായ ദിയ ബിനുവിന്റേത് എന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നതാണ്. ദിയയെ മുൻനിർത്തി ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുകയായിരുന്നു പിതാവായ ബിനു പുളിക്കക്കണ്ടവും പിതൃ സഹോദരനായ ബിജു പുളിക്കക്കണ്ടവും എന്നായിരുന്നു വിമർശനം. എങ്കിലും പരിചയസമ്പന്നരായ ഇവരുടെ പിന്തുണയുണ്ടായിട്ട് പോലും ഭരണം മുന്നോട്ട് പോയില്ല. ഇതിനിടയിൽ നഗരത്തിലെ വ്യാപാരികളെ ഉൾപ്പെടെ ഭരണത്തിനെതിരാക്കി. പാലാ നഗരസഭയുടെ അഭിമാനമായിരുന്ന സിന്തറ്റിക് ട്രാക്ക് കഴിഞ്ഞ 1 വർഷത്തോളമായി അടഞ്ഞു കിടക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ സമയത്ത് പൂർത്തീകരിക്കുന്നതിൽ കരാറുകാരൻ ഗുരുതരമായി വീഴ്ച വരുത്തിയിട്ടും വിഷയത്തിൽ ഇടപെടാതെ കരാറുകാരനെ സഹായിക്കുന്ന നിലപാടായിരുന്നു ഭരണതലപ്പത്തുണ്ടായത്. സ്പോർട്സ് കൌൺസിലിനെ പഴിചാരി ഒഴിയുന്ന സമീപനമാണ് അധ്യക്ഷ സ്വീകരിച്ചത്. ഇതോടെ കോടികളാണ് നഗരസഭയ്ക്ക് നഷ്ടം വന്നത്. ഭരണനിർവഹണത്തിൽ ശ്രദ്ധ പതിപ്പിക്കാതെ കഴിഞ്ഞ 6 മാസവും റീൽ രാഷ്ട്രീയത്തിൽ മാത്രമായിരുന്നു നഗരസഭ അധ്യക്ഷ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മഴക്കാല പൂർവ്വ ശുചീകരണം നടപടികൾ പോലും കൃത്യമായി നടപ്പാക്കുവാൻ നഗരസഭ അധ്യക്ഷ ശ്രമിച്ചതുമില്ല. UDF പിന്തുണയോടുകൂടി അധികാരം ആസ്വദിച്ച 6 മാസക്കാലത്തിനിടയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. ആകെ നഗരസഭയെടുത്ത പ്രധാന വികസനം കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ DYFI സമ്മേളനം നടത്തിയത് മാത്രമാണ്. UDF പിന്തുണയിൽ സ്വതന്ത്ര മുന്നണി അധികാരത്തിലെത്തിയതിനു ശേഷമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇവർ പ്രതിനിധീകരിക്കുന്ന വാർഡുകളിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ നോട്ടീസുകൾ പോലും എത്തിയില്ല. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വന്തം വാർഡുകളിൽ ഭവന സന്ദർശനം നടത്തുവാനും ഇവർ തയ്യാറായില്ല. ആ തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പന് വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെന്ന വിമർശനങ്ങൾക്കിടെ സ്വതന്ത്ര മുന്നണിയുടെ പ്രതിനിധികൾ വിജയിച്ച 3 വാർഡുകളിലും ഇടതുപക്ഷം ലീഡ് നേടുകയും 1 വാർഡിൽ കാപ്പൻ BJPക്കും പിന്നിലായി 3-ാം സ്ഥാനത്തെത്തുകയും ചെയ്തു.
ഈ പശ്ചാത്തലത്തിലാണെന്ന് പറയുന്നു ഇന്ന് പാലായിൽ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയുടെ ഫ്ലെക്സ് ബോർഡുകളിൽ നിന്നും ദിയ ബിനുവിന്റെ പേര് ഒഴിവാക്കിയിട്ടുണ്ട്. മാണി സി കാപ്പനാണ് പരിപാടിയുടെ പ്രധാന സംഘാടകൻ.